നമസ്കാരം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഞാൻ അജിത് അശോകൻ. നമുക്ക് എന്താണ് വിഷു എന്നൊന്ന് നോക്കാം. വിഷുവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണ് പറയപ്പെടുന്നത്. അതിലൊന്നാമത്തേത് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ആഘോഷമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തേത് പ്രകൃതിയുമായും അതുപോലെ രാവണനുമായും ഒക്കെ ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ്. രാവണൻ തൻ്റെ കൊട്ടാരത്തിൽ വെയിലടിച്ചതിനെ തുടർന്ന് സൂര്യനെ നേരെ ഉദിക്കാനായി അനുവദിക്കില്ലായിരുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീരാമൻ രാവണനെ വധിച്ചതിന് ശേഷമാണ് സൂര്യൻ നേരെ ഉദിക്കാൻ തുടങ്ങിയത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ സൂര്യൻ നേരെ ഉദിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു ആഘോഷമായിട്ട് കൂടിയാണ് വിഷു കരുതപ്പെടുന്നത്. രാവും പകലും തുല്യമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിഷു. അതുകൂടാതെ വിഷു ഒരു കൊയ്ത്തുത്സവം കൂടിയാണ്. നമ്മുടെ ഓണം നെൽകൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പച്ചക്കറി പഴങ്ങളുടെയൊക്കെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവം കൂടിയാണ് വിഷു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഐശ്വര്യ സമ്പൂർണമായ ഒരു വർഷം എല്ലാവർക്കും നേരുന്നു.